നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് കനത്ത മഴയും കാറ്റും, കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോഴിക്കോട് അതിശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോടഞ്ചേരിയിലാണ് സംഭവം. മാരാംവീട്ടിൽ ശോഭയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ആൾമറയും പടവുകളും ഉൾപ്പെടെയാണ് ഇടിഞ്ഞത്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട് മലയോര മേഖലയിലും കനത്ത മഴ തുടരുകയാണ്. താമരശ്ശേരി, കട്ടിപ്പാറ, താഴാത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. വിലങ്ങാടും മിന്നൽ ചുഴിയുണ്ടായി. വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങവേ കാർ നിയന്ത്രണം വിട്ട വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. ഒരാൾക്ക് പരിക്ക്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി ഈട്ടിമുട്ടിപ്പടിയിൽ കാർ നിയന്ത്രണം വിട്ട വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി മടങ്ങിയ കൂടൽ സ്വദേശികളായ 5 അംഗ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മഴയിൽ വാഹനം തെന്നിമാറിയാണ് അപകടമുണ്ടായതെന്നാണ് സംശയം. ആര്യങ്കോട് മധ്യവയസ്കൻ കുഴിയിൽ വീണ് മരിച്ച നിലയിൽ. മണ്ഡപത്തിൽ കടവിൽ ശ്രീകാന്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 47 വയസ്സായിരുന്നു. വാഴച്ചിൽ റോഡിൽ 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലാണ് ഇയാളെ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതായിരുന്നു ശ്രീകാന്ത് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. വഴിയാത്രക്കാരാണ് വാഴച്ചിൽ റോഡിലെ കുഴിയിൽ ഇയാളുടെ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം സമീപവാസിയായ ശ്രീകാന്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ ആര്യങ്കോട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴയിൽ കാണാതായ യുവാവ് പാടശേഖരത്തിൽ മരിച്ച നിലയിൽ. നിരണം വെട്ടിത്തുരുത്തിയിൽ വീട്ടിൽ 38-കാരനായ വിമൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടൈല് പണിക്കാരനാണ് വിമൽകുമാർ. വിമൽകുമാർ ഭാര്യ വീടായ മുട്ടം മേടച്ചിറയിൽ വീട്ടിൽ നിന്ന് വ്യാഴാഴ്ച ജോലിക്കായി പോയി ഏറെ വൈകിയും തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ തെരച്ചിൽ ഇയാൾ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി സമീപവാസികളിൽ ചിലർ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹകരണത്തോടെ നടന്ന അന്വേഷണത്തിലാണ് ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ മൂടാമ്പാടി പാടശേഖരത്തിൽ നിന്നും ഇയാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം അരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പുതല പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. കണ്ണൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്.